കൊല്ലമാണ്. ഇടത് കോട്ടയായിരുന്നു കൊല്ലം കൈവിട്ടിരിക്കുന്നു ഇടതു മുന്നണിയെ എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. നമുക്ക് ജില്ലാ പഞ്ചായത്തിലെ സാഹചര്യവും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് തലത്തിലുമൊക്കെ എത്രത്തോളം വലിയ തിരിച്ചടി LDFന് നേരിടേണ്ടി വന്നിരിക്കുന്നു എന്ന് നമുക്ക് വിശദമായി കണക്കുകൾ പ്രകാരം തന്നെ നമുക്ക് പരിശോധിക്കാം. കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2020 26 വാർഡായിരുന്നു. അതിൽ 23 LDFനൊപ്പമായിരുന്നു. പക്ഷേ അത് 2025 ഇത്തവണ നോക്കൂ, 27 വാർഡിൽ 17 മാത്രമേ LDFനൊപ്പം നിന്നുള്ളൂ. ഇനി UDFനൊപ്പം നോക്കൂ, 3 വാർഡുകൾ മാത്രമേ 2020 UDFനൊപ്പം ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇത്തവണ അത് 10 ഉയർന്നിരിക്കുകയാണ്. 10 വാർഡുകൾ UDFനെ തുണച്ചിരിക്കുന്നു, കൈപിടിച്ചിരിക്കുന്നു. NDAക്ക് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരിടത്തും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അതാണ് ജില്ലാ പഞ്ചായത്തിന്റെ അവസ്ഥ. നമുക്കിനി കൊല്ലം കോർപ്പറേഷനിലേക്കൊന്ന് വളരെ വേഗത്തിൽ പോകാം. കോർപ്പറേഷൻ കൈവിട്ടിരിക്കുകയാണ് LDFനെ എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. 2025 55 ഡിവിഷനിൽ 38 എണ്ണവും LDFനെ തുണച്ചു. 38 ഡിവിഷനും തുണച്ചു. പക്ഷേ ആദ്യത്തവണ പകുതിയിലും താഴെയായി കുറഞ്ഞിരിക്കുകയാണ് എന്നതാണ്. 2025 56 ഡിവിഷനിൽ 16 ഡിവിഷൻ മാത്രമേ LDFനൊപ്പം നിന്നിട്ടുള്ളൂ. UDFനൊപ്പം 27 ഡിവിഷനുകൾ UDFനെ തുണച്ചിരിക്കുന്നു. NDAയുടെ ഒരു മെച്ചം, വലിയൊരു മേൽക്കൈ LDFന് കോർപ്പറേഷൻ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. 2020 6 അതിത്തവണ ഇരട്ടിയായി ഉയർത്താൻ NDAക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് കോർപ്പറേഷനിലെ ഒരു പൊതുചിത്രം. നമുക്കിനി ബ്ലോക്ക് തലത്തിലേക്കൊന്ന് വളരെ വേഗത്തിലൊന്ന് ഓടിച്ചു പോകാം. യെസ്, നഗരസഭകൾ നോക്കാം. ആദ്യം നമുക്ക് 4 നഗരസഭകളുണ്ട്. 4 നഗരസഭകളിൽ വലിയൊരു തിരിച്ചടി LDFന് നേരിടേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ തവണ എത്രയായിരുന്നു? 3 നഗരസഭകൾ LDFന് ഒപ്പം നിന്നു. ഇത്തവണയും സമാനമായ രീതിയിൽ തന്നെ ആശ്വസിക്കാം. LDFന് നഗരസഭകളിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടില്ല. UDFനും സമാനമാണ്. 2020 ഒരു നഗരസഭ UDFനൊപ്പം നിന്നു. ഇത്തവണയും അത് തന്നെയാണ് സാഹചര്യം. ശരി, നമുക്ക് ബ്ലോക്ക് തലത്തിലേക്ക് പോകാം. ഇനി നഗരസഭ നമ്മൾ നോക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. 11 ബ്ലോക്ക് പഞ്ചായത്തുണ്ട് കൊല്ലം ജില്ലയിൽ. അതിൽ 2020 10 ബ്ലോക്ക് പഞ്ചായത്ത് LDFന് കൈകൊടുത്തിരുന്നു. പക്ഷേ ഇത്തവണ അത് കുറഞ്ഞിരിക്കുകയാണ്. 7 ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമേ ഭരണം നേടാൻ LDFന് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി UDFനൊപ്പം നിന്ന് നോക്കൂ, ഒരേ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമായിരുന്നു 2020 UDFനൊപ്പം ഉണ്ടായിരുന്നത്. അത് 3 വർദ്ധിച്ചിട്ടുണ്ടോ എന്നതിൽ UDFന് ആശ്വസിക്കാം. NDAക്ക് വലിയ നേട്ടമില്ല. ശരി, നമുക്കിനി ഗ്രാമപഞ്ചായത്ത് വളരെ വേഗത്തിൽ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ഗ്രാമപഞ്ചായത്തുകൾ 68 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. അതിൽ 45 ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം LDFനായിരുന്നു കഴിഞ്ഞ തവണ, അതായത് 2020. അത് 33 കുറഞ്ഞിരിക്കുകയാണ് ഇത്തവണ എന്നതാണ്. ഇനി UDFന് വലിയ തിരിച്ചൊരു ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നമുക്ക് കൊല്ലത്ത് കാണാൻ കഴിയുന്നുണ്ട്. 2020 23 ഗ്രാമപഞ്ചായത്തുകൾ മാത്രമേ UDFനെ തുണച്ചിരുന്നുള്ളൂ, UDFന് ഭരണം ഉണ്ടായിരുന്നുള്ളൂ. അത് 32 ഉയർന്നിട്ടുണ്ട്. 2 ഇത്തവണ NDA പഞ്ചായത്ത് തലത്തിൽ ഭരണം പിടിക്കുകയാണ് എന്നതാണ് കൊല്ലത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ശരി, നമുക്കിനി ഇൻ ഡീറ്റെയിൽ കൊല്ലത്ത് ഒരു സാഹചര്യം നമുക്ക് നോക്കാം. ഇടത് കോട്ടയാണ് മഹേഷ് കൊല്ലം എന്ന് പറയുന്നത്. 45 വർഷത്തിന് ശേഷം കോർപ്പറേഷൻ ഭരണം UDF നേടുന്നു എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവിടെ LDFന് എന്തൊക്കെ ഘടകങ്ങളാണ് തിരിച്ചടിയായത്, ഏതൊക്കെ ഇടത് കോട്ടകളാണ് തകർന്നടിഞ്ഞത്? സ്ഥാനങ്ങൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഇതുവരെ കണ്ടു പോന്നിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. കൊല്ലം മാറി ചിന്തിക്കുകയാണ് ആകെ. നമ്മൾ ഈ ഒരു കണക്ക് വളരെ ക്രൂഷ്യലാണ് കേട്ടോ. കൊല്ലം നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലം കോർപ്പറേഷനിലെ 56-ൽ 27 UDF വന്നത്. അതോടൊപ്പം തന്നെ നോക്കൂ, കരുനാഗപ്പള്ളി നഗരസഭ UDFനൊപ്പം നിൽക്കുന്നു. CR മഹേഷ് കഴിഞ്ഞ തവണ അവിടെ നിയമസഭയിലെ അദ്ദേഹത്തിന്റെ വിജയം, അത് UDFന് നൽകിയ ആവേശം ചെറുതായിരുന്നില്ല. അത് ഒരിക്കൽ കൂടി പ്രകടമാവുകയാണ്. CR മഹേഷ് എഫക്ട് കരുനാഗപ്പള്ളിയിലാകെ കാണുന്നതായിട്ട് നമുക്ക് നോക്കാം. അവിടെ 37 വാർഡാണ്. അതിൽ UDF 19 വന്നു. ദിവ്യ 19 അവിടെ വന്നു. പക്ഷെ അപ്പോഴും LDFന് ആശ്വസിക്കാൻ വക നൽകുന്ന 3 നഗരസഭകൾ, ഒന്ന് കൊട്ടാരക്കരയും, ഒന്ന് പരവൂരും, ഒന്ന് പുനലൂരുമാണ്. ആടിയുലഞ്ഞില്ല അവിടെ. പക്ഷെ അപ്പോഴും ക്ഷീണമുണ്ട്, വല്ലാതെ ക്ഷീണമുണ്ട്. 9 പഞ്ചായത്തുകളിലാണ് ഇത്തവണ അവിടെ UDF കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറെ കൂടി മുന്നോട്ട് കയറി വന്നു. 9 പഞ്ചായത്തുകൾ കൂടി പിടിച്ചെടുക്കുന്നത് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം LDFന് ഏറ്റവും ക്ഷീണമുണ്ടാക്കിയ ജില്ലകളിൽ ഏത് എന്ന് ചോദിച്ചാൽ അതൊരു ഉത്തരം കൊല്ലം തന്നെയായിരിക്കും. തീർച്ചയായും LDFന് വലിയ തിരിച്ചടി, തീരാ നഷ്ടം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കൊല്ലത്തിന്റെ കാര്യത്തിൽ